ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിലെ യുദ്ധം കലുഷിതമായി തുടരുന്നു. എങ്ങും മിസൈലുകളുടെ ആക്രമണ വാർത്തകൾ മാത്രം പുറത്തുവരുന്നു. ഇസ്രയേലും അമേരിക്കയും ഫെബ്രുവരി 28 മുതലാണ് ഇറാനിൽ ആക്രമണങ്ങൾ തുടങ്ങിവെച്ചത്. ഇതിനു മറുപടിയായി ഇറാൻ തങ്ങളുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു തുടങ്ങിയത് ശരിക്കും യുദ്ധാന്തരീക്ഷത്തെ കൂടുതൽ കടുപ്പിച്ചു. പിന്നീട് US UK താവളങ്ങൾക്ക് നേരെ 4000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചത് വലിയ ആശങ്കയ്ക്കും വഴിവെച്ചു തുടങ്ങി. ഈ മിസൈലുകൾ യൂറോപ്യൻ നഗരങ്ങളായ പാരീസ്, ബെർലിൻ, റോം എന്നിവയ്ക്കും ഭീഷണിയാണെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇറാനിൽ 2000-ലധികം പേരും ഇസ്രായേലിൽ 15 പേരും കൊല്ലപ്പെട്ടതായെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഇപ്പോഴും യുദ്ധാന്തരീക്ഷം മൂർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇറാനെതിരെ രൂക്ഷമായ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇറാന്റെ പ്രധാന വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത് ഈ യുദ്ധമേഖലയിലെ സംഘർഷം പുതിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഫലപ്രദമായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ പാത തടസ്സപ്പെട്ടത് ആഗോള ഊർജ്ജ വിപണിയെ വൻതോതിൽ ബാധിച്ചു തുടങ്ങി. എണ്ണവില കുതിച്ചുയരാനും പല രാജ്യങ്ങളിലും സാമ്പത്തിക അനിശ്ചിതത്വം ഉടലെടുക്കാനും ഇത് കാരണമായി മാറി. ഈ സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാട് മാറ്റണമെന്നും ഇല്ലെങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇറാന്റെ ഗ്യാസ് ഫീൽഡുകൾ ആക്രമിക്കരുതെന്ന് നെതന്യാഹുവിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കാൻ US മടിക്കില്ലെന്നും അദ്ദേഹം സൂചന നൽകുന്നു. എന്നാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരെ എന്ത് തരത്തിലുള്ള ആക്രമണമുണ്ടായാലും കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇറാന്റെ മറുപടി. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാന്റെ സൈനിക കമാൻഡ് ഖദം അൽ അൻബിയാണ് അമേരിക്കയ്ക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെ എല്ലാ ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ ശുദ്ധീകരണശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഉഗ്രൻ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇറാനിയൻ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.